എഴുപത്തെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി CMFRIയിൽ 3 ദിവസത്തെ മേള ആരംഭിച്ചു. 2025 ഫെബ്രുവരി 1 മുതൽ 3 വരെയാണ് മേള നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് മേള നടക്കുന്നത്. ഡോക്ടർ വിപിൻ കുമാർ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആണ്. CMFRIയിലെ കാർഷിക സാങ്കേതിക വിദ്യാ വിവര കേന്ദ്രം എന്ന് പറയും, നമ്മുടെ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെന്ററിന്റെ ചാർജും കൂടിയുള്ള സയൻറ്റിസ്റ്റാണ്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 പരിപാടികളാണ് എസെൻഷ്യലി. ഒന്ന് മത്സ്യമേള. മത്സ്യമേളയിൽ ഏതാണ്ട് 20ഓളം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ, പിന്നെ വിജ്ഞാന വ്യാപന സ്ഥാപനങ്ങളിലേക്ക് ശാഖകളിൽ എല്ലാം പവലിയൻസ് ആണ് ഉള്ളത്. അവിടുത്തെ സാങ്കേതിക വിദ്യയും പരിപാടികളും എല്ലാം അതാത് പവലിയൻസിൽ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതോടനുബന്ധിച്ച് തന്നെ മത്സ്യമേളയോടൊപ്പം തന്നെ ഒരു ബയർ സെല്ലർ മീറ്റ് ഉണ്ട്. ഈ 2 പരിപാടികളുടെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ ഡോക്ടർ വെങ്കടസുബ്രഹ്മണ്യ സാറാണ്. വെങ്കടസുബ്രഹ്മണ്യ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ടാരയുടെ ബാംഗ്ലൂർ ഡയറക്ടറാണ്. നബാർഡിൻ്റെ DGM എന്നുണ്ടായിരുന്നു നമ്മുടെ മജീഷ് ബാബു സാർ. അതെല്ലാം ഡോക്ടർ പ്രിൻസൺ ജോർജ് CMFRIയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ദിനേശ് ബാബു സാറ്, ഹെഡ് ഓഫ് ദി ഡിവിഷൻ ഓഫ് മൊളസ്കൻ ഫിഷറീസ്, അദ്ദേഹമൊക്കെ ഇതിൻ്റെ പിന്നണിയിൽ വളരെ കാര്യമായി പ്രവർത്തിക്കുകയാണ്. പിന്നെ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഡോക്ടർ ശ്യാം എസ് സലീമിൻ്റെ കാര്യമാത്ര പ്രസക്തമായ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ വളരെ കാര്യമാത്ര പ്രസക്തമായ ചെയ്യുന്ന സാധനമാണ്. അത് ഒരു 17ഓളം ഇപ്പം പവലിയൻസ് വിവിധ സ്ഥാപനങ്ങളിൽ, സാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ, സാഫ് പോലുള്ള സ്ഥാപനങ്ങളും, പിന്നെ അത് ഒരുപാട് കമേഴ്ഷ്യൽ ഫേംസും അതിനകത്ത് അവരുടെ സീ ഫുഡ് പ്രോഡക്ട്സ്, അതുപോലെ രുചിക്കൂട്ടുകൾ അടങ്ങുന്ന എല്ലാ മൂല്യവർദ്ധിത മത്സ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ, പിന്നെ ഭക്ഷണം അവിടെ വെച്ച് തന്നെ മീൻ വിഭവങ്ങൾ ഉൾപ്പെടെ പാകം ചെയ്ത് കൊടുക്കുന്ന ഗംഭീരമായ ഷോയാണ്. പിന്നെ ലൈവ് വോയിസിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു കൗണ്ടറുണ്ട്. അതുപോലെ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 3-ാം ദിവസം സ്ഥാപക ദിനാഘോഷമാണ്. CMFRIയുടെ ഫൗണ്ടേഷൻ്റെ ഫെബ്രുവരി 3. അന്ന് ഈ സ്ഥാപനം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള വിവിധ സ്റ്റാളുകളിൽ മത്സ്യവിഭവങ്ങൾ രുചിച്ചറിയാനുള്ള അവസരവുമുണ്ട്.